അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ചെറിയ കുഞ്ഞുമക്കൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. പ്രധാനമായും ബാങ്കിന് ശേഷമുള്ള ദുആ, അതേപോലെ ഉളൂവിന് ശേഷമുള്ള ദുആ, ഈ രണ്ട് ദുആകളും ഇവയുടെ അർത്ഥവും ഞാൻ പറഞ്ഞു തരാം. ദുആകൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരും, ഒപ്പം അർത്ഥം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് ഈ ദുആ പഠിക്കാനും പറ്റും, അർത്ഥം അറിഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ ദുആ ചൊല്ലാനും പറ്റും. കൃത്യമായി ശ്രദ്ധിക്കുക. ഒപ്പം ഉളൂ ചെയ്യുമ്പോൾ കൈ കഴുകുമ്പോൾ എന്താണ് ചൊല്ലേണ്ട ദിക്ർ, അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതേപോലെ തന്നെ ബാങ്കിന് മറുപടി കൊടുക്കുമ്പോൾ, ഇക്കാമത്തിന് മറുപടി കൊടുക്കുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഏത് ദിക്റാണ് ചൊല്ലേണ്ടത്, ബാങ്ക് കേൾക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറഞ്ഞു തരാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ വളരെയധികം ഉപകാരപ്പെടും. മാത്രമല്ല മദ്രസകളിലൊക്കെ പഠിക്കുന്ന ചെറിയ കുഞ്ഞുമക്കൾക്ക് ഇതേറെ ഉപകാരപ്പെടും, മുതിർന്ന ആളുകൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഞാൻ നിങ്ങളോട് ആദ്യം ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റും. ഒരു തവണ കണ്ട് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 2-3 തവണ നിങ്ങൾ കാണാം, അല്ലെങ്കിൽ പഠിക്കുന്നത് പോലെ ആവർത്തിച്ച് കാണാം. അത് ഇന്ന് കുറച്ച് കണ്ടു, കുറച്ച് തവണ കണ്ടു, നാളെ കുറച്ച് തവണ കണ്ടു, അങ്ങനെ കണ്ടാൽ നിങ്ങൾ പഠിക്കും. അങ്ങനെ പഠിച്ച് പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരിക. കാരണം ഈ ഉളൂവിന് ശേഷമുള്ള ഈ ദുആക്ക് ഇങ്ങനെ പ്രാവർത്തിക പദത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു നേട്ടമുണ്ട്. അത് ചെറുതൊന്നുമല്ല, നമുക്ക് ഈമാൻ കിട്ടി തന്നെ മരിക്കാൻ ഇതൊരു പക്ഷെ കാരണമായി മാറും. അല്ലാഹു സുബ്ഹാനഹു തആല പൂർണ്ണമായി ഈമാനോട് കൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ആദ്യം ഞാൻ ഉളൂവിൻ്റെ വിഷയം പറഞ്ഞ് പിന്നെ ബാങ്കിലേക്ക് വരാം. കൃത്യമായി ശ്രദ്ധിക്കാം. അപ്പോൾ ഉളൂ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾ ആദ്യം പറയാം. അതായത് ആദ്യം നമ്മൾ മുൻകൈ കഴുകുമ്പോൾ ഉളൂവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയത്തോടു കൂടിയാണ് നമ്മൾ ആദ്യം മുൻകൈ കഴുകാൻ ഒരുങ്ങുക. അങ്ങനെ മുൻകൈ കഴുകുമ്പോൾ ആദ്യം ഔദു ബിസ്മിയും പറയാം. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഔദുവിൻ്റെയും ബിസ്മിൻ്റെയും അർത്ഥം എല്ലാ ആളുകൾക്കും അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ് ഔദുവിൻ്റെ അർത്ഥം. ഇനി ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാനിവിടെ ഉളൂ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ബിസ്മില്ലാഹി എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്നു. ഓരോ ഘട്ടങ്ങളിലും അതിനനുസരിച്ചുള്ള അർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ ഉളൂ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അർ റഹ്മാനി, ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനായ അള്ളാഹു. അർ റഹീം, ദുനിയാവിൽ വഴിപ്പെട്ടവർക്ക് പാരത്രിക ലോകത്ത് പ്രത്യേകമായി കരുണ ചെയ്യുന്നവനായ അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഇതിൻ്റെ വിശാലമായ അർത്ഥമാണ്, ഷോർട്ടായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നതാണ്. ഇനി മുൻകൈ കഴുകുമ്പോൾ നമ്മൾ ശേഷം പറയേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതിൻ്റെ അർത്ഥം അഷ്ഹദു, ഞാൻ മനസ്സുറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന്, തീർച്ചയായും ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന്, വഹ്ദഹു, അവൻ ഏകനാണ്, അവൻ മാത്രമാണ് എന്നുള്ളത്, ലാ ശരീക ലഹു, അവനിക്ക് ഒരു ശരീക്കുമില്ല, ലാ ശരീക ലഹു, അവനിക്ക് ഒരു ശരീക്കുമില്ല എന്നുള്ളതും, അതായത് ഒരു പങ്കാളിയും ഒരു കൂട്ടുകാരനിക്കും ഇല്ല എന്നുള്ളതും. അതേപോലെ അഷ്ഹദു, ഞാൻ മനസ്സുറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു, അന്ന മുഹമ്മദൻ, തീർച്ചയായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അബ്ദുഹു, അള്ളാഹുവിൻ്റെ അടിമയാണെന്നും, വറസൂലുഹു, അവൻ്റെ റസൂലാണെന്നും ഞാൻ മനസ്സുറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഷഹാദത്താണ് നമ്മൾ ആദ്യം ചെല്ലുക. എന്നിട്ട് അൽഹംദുലില്ലാഹി, സർവസ്തുതിയും അള്ളാഹുവിനേക്കാണ്, അല്ലദി, എങ്ങനെയുള്ള അള്ളാഹുവാണ്, ജഅലൽ മാഅ തഹൂറൻ, അവൻ വെള്ളത്തെ തഹൂറാക്കിയിരിക്കുന്നു. വെള്ളത്തെ തഹൂറാക്കിയിരിക്കുന്നു വെച്ചാൽ നമുക്കറിയാം വെള്ളം 3 വിധത്തിലാണ് വരിക: തഹൂർ, താഹിർ, മുത്തനജിസ്. ഇതിൽ തഹൂറായ വെള്ളമാണ് നമുക്ക് ഉളൂവിനും കുളിക്കും ഇങ്ങനെ ശുചീകരണ പ്രവർത്തനത്തിനേക്ക് പറ്റുക. അങ്ങനെ വെള്ളം തഹൂറാക്കിയ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. അവിടെ മുൻകൈ കഴുകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഇതാണ്. ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് നമ്മൾ മുൻകൈ കഴുകുക. ഇനി നമ്മൾ ഉളൂവിൽ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ഷഹാദത്ത് തന്നെയാണ് ചൊല്ലേണ്ടത്. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നാണ് ചൊല്ലേണ്ടത്. ഇനി ഉളൂ കഴിഞ്ഞാൽ
നമ്മൾ രണ്ട് കൈകളും മേൽപോട്ട് ഉയർത്തി നമ്മൾ ഇങ്ങനെ ദുആ ചെയ്യുക. കൃത്യമായി ശ്രദ്ധിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇത് നേരത്തെ പറഞ്ഞ ഷഹാദത്താണ്. അതാണ് നമ്മൾ ആദ്യം ചൊല്ലേണ്ടത്. ഇതിന്റെ അർത്ഥം നേരത്തെ ഞാൻ പറഞ്ഞു തന്നല്ലോ. ശേഷം അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീന, അല്ലാഹുവേ ഇജ്അൽനി, നീ എന്നെ ആക്കണം, മിനത്തവ്വാബീന, തൗബ ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ, അതായത് പാപമോചനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. വജഅലനി മിനൽ മുതത്വഹിരീന, അതുപോലെ വജഅലനി, നീ എന്നെ ആക്കണം, മിനൽ മുതത്വഹിരീന, ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ നീ എന്നെ ആക്കണം. വജഅലനി മിൻ ഇബാദിക സ്വാലിഹീൻ, വജഅലനി മിൻ ഇബാദിക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നീ എന്നെ ആക്കണം. സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിക, അതായത് നിന്നെ സ്തുതിക്കലോടെ കൂടെ. അപ്പൊ അള്ളാഹുവിനെ സ്തുതിക്കലോടെ കൂടെ അവന്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തുകയാണ്, ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയാം. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, ആരാധനക്കർഹൻ അള്ളാഹുവേ നീ മാത്രമാണെന്ന്, തീർച്ചയായിട്ടും ആരാധനക്കർഹൻ അള്ളാഹുവേ നീ മാത്രമാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. അസ്തഗ്ഫിറുക, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. വഅതൂബിലൈക, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം, അതായത് അവസാനം സലാത്ത് കൂടി ചെല്ലാം. അപ്പോൾ വുളുവിന് ശേഷമുള്ള ദുആ എല്ലാവരും ശ്രദ്ധിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം. ഇതാണ് ഉളൂവിന് ശേഷമുള്ള ദുആ. പറ്റുമെങ്കിൽ ഈ ദുആ കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ ഖദ്ർ കൂടി പാരായണം ചെയ്യുക. പറ്റുന്ന ആളുകൾ 3 പ്രാവശ്യം ഇൻഷാ അല്ലാഹ്. വലിയ മഹത്വം അതിനിക്കുണ്ട്. മാക്സിമം നമ്മൾക്ക് ഇത് പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സൂറത്ത് ഓതാത്തവരാണെങ്കിൽ ദുആ പതിവാക്കാൻ ശ്രദ്ധിക്കാം. മാക്സിമം എല്ലാ ആളുകളും ഈ ദുആന് ശേഷം ഈ സൂറത്തും 3 പ്രാവശ്യം പതിവാക്കാനുള്ള ശ്രമം നടത്താം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബാങ്കിന്റെ ദുആ ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ബാങ്ക് വിളിക്കുമ്പോഴും അതിന് വലിയ അദബ്, വലിയ അച്ചടക്കത്തോടെ നമ്മൾ പെരുമാറേണ്ടതുണ്ട്. ഈ ബാങ്കിന്റെ ഈ ദിക്ർ എന്നുള്ളത്, ഈ ബാങ്കിന്റെ ഈ മറുപടിയും ദുആയും ഒക്കെ ആർത്തവകാരികൾക്കും ചൊല്ലാവുന്നതാണ്. അതേപോലെ ജനാപത്തുകാർക്കും ചൊല്ലാവുന്നതാണ്. അതായത് സംയോഗത്തിലേർപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർക്ക് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചൊല്ലാവുന്നതാണ്. ഇനി സംയോഗം ചെയ്യുന്ന ഘട്ടത്തിലാണ് ബാങ്ക് വിളി കേൾക്കുന്നെങ്കിൽ അവിടെ ചൊല്ലേണ്ടതില്ല. ഇതൊക്കെ ഫിഖിന്റെ കിതാബിൽ പ്രത്യേകം നമ്മോട് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതാണ്, കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി ബാങ്ക് വിളി കേൾക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പറ്റുമെങ്കിൽ മർഹബൻ ബിൽ ഖായിലി അദ്ലൻ മർഹബൻ ബിസ്സലാത്തി അഹ്ലൻ എന്ന് പറയുക. ഇനി ശ്രദ്ധിക്കുക, ബാങ്ക് വിളിക്കുമ്പോൾ നമുക്ക് അതിന് ഉത്തരം നൽകേണ്ടത് എല്ലാവർക്കും അറിയാം. ആ ബാങ്കിന്റെ കലിമത്തുകൾ അതേ രൂപത്തിൽ ആദ്യം തക്ബീർ ചൊല്ലുമ്പോൾ അതേ രൂപത്തിൽ തക്ബീർ ചൊല്ലുക. അതായത് അല്ലാഹു അക്ബർ എന്നിങ്ങനെ കേൾക്കുമ്പോൾ അതേ രൂപത്തിൽ നമ്മൾ ചൊല്ലാം. ഇനി അടുത്തത് ഷഹാദത്ത് കേൾക്കുമ്പോൾ അതേപോലെ നമ്മൾ ചൊല്ലാം. അതായത് ബാങ്ക് വിളിക്കുന്ന ആളുകൾ പറയുന്നത് അതേപോലെ നമ്മളും ചൊല്ലാം അത് കഴിഞ്ഞതിന് ശേഷം. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഈ 2 തള്ള വിരൽ ചുംബിക്കാം. എന്നിട്ട് നമ്മൾ ഈ കൺപോളയിൽ തടവ. അപ്പോൾ നമ്മൾ മർഹബൻ ബി ഹബീബി വഖുറത്തൈനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൂടി ചെല്ലുക. അതിന് വലിയ മഹത്വമുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, 2 ഹയ്യാലകൾ വിളിക്കുമ്പോൾ അതുപോലെയല്ല നമ്മൾ പറയേണ്ടത്. പക്ഷെ ഹയ്യാലകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. അപ്പൊ ഹയ്യാല സ്വല എന്ന് വിളിച്ചു കേട്ടാൽ ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്. അതായത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്നാണ് ചൊല്ലേണ്ടത്. ഹയ്യാൽ ഫല എന്നുള്ളതിനും ഇതേ രൂപത്തിലാണ് മറുപടി കൊടുക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കുക, സുബ്ഹി ബാങ്കാകുമ്പോൾ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് കൂടി വിളിക്കുമല്ലോ.
ആ ഒരു ഘട്ടത്തിൽ അതിനുശേഷം അതിന് മറുപടി നമ്മൾ കൊടുക്കേണ്ടത് സദഖ്ത വബറർത്ത എന്നുള്ള രൂപത്തിലാണ് ഇതിനിക്ക് മറുപടി നമ്മൾ കൊടുക്കേണ്ടത്. ആവശ്യം കൂടി ശ്രദ്ധിക്കുക. ഇനി ഇക്കാമത്തിന്റെ അവിടെ ഖദ് ഖാമത്തി സ്വലാ എന്ന ഇക്കാമത്തിൽ ചൊല്ലുമല്ലോ, അതിനിക്ക് മറുപടി ആയിട്ട് കൊടുക്കേണ്ടത് അഖാമഹല്ലാഹു വ അദാമഹ വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ എന്നുള്ളതാണ് ഇക്കാമത്തിൽ ഇവിടെ ഖദ് ഖാമത്തി സ്വലാഹ് എന്നുള്ളതിനിക്ക് മറുപടി കൊടുക്കേണ്ടത്. ആവശ്യം കൂടി ശ്രദ്ധിക്കുക. ഇനി ബാങ്കിനും ഇക്കാമത്തിനും ശേഷമുള്ള, അതായത് ബാങ്കിന്റെ ശേഷമുള്ള ദുആ ഇത് തന്നെയാണ് ഇക്കാമത്തിന് ശേഷമുള്ള ദുആ. ഈ ദുആവും ഇതിന്റെ അർത്ഥവുമാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ ആളുകളും സ്ക്രീൻ ശ്രദ്ധിക്കുക. ബാങ്കിന് ശേഷമുള്ള ദുആ. അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തി താമത്തി വസ്സലാത്തിൽ ഖായിമ ആതി സയ്യിദിന മുഹമ്മദിനിൽ വസീലത വൽ ഫദീലത വദ്ദറജത റഫിയ വബഅസ്ഹു മഖാമൻ മഹ്മൂദിനില്ലസി വഅത്തഹു വർസുഖ്ന ഷഫാഅത്തഹു യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ, റബ്ബ ഹാസി ദഅവത്തി താമത്തി ഈ പൂർണ്ണമായ വിളികളുടെ ഉടമയായ അല്ലാഹുവേ, അതായത് ഈ ബാങ്കും ഇഖാമത്തൊക്കെയാണല്ലോ നമ്മൾ വിളിക്കുന്നത്. എന്നിട്ട് വസ്സലാത്തുൽ ഖായിമ ഇവിടെ നിലനിർത്താൻ പോകുന്ന നിസ്കാരത്തിൻ്റെയും ഉടമയായ അല്ലാഹുവേ, ആത്തി സയ്യിദിന മുഹമ്മദിനിൽ വസീലത്ത ആത്തിനി നൽകണം സയ്യിദിന നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകണം അൽ വസീലത്ത വൽ ഫദീലത്ത വസീലത്തും ഫദീലത്തും നൽകണം, അതായത് വദ്ദറജത റഫിയ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സ്വർഗീയ ലോകത്ത് വസീല വൽ ഫദീല എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗീയ ലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങളാണ്. അത് നൽകണം, ഉന്നതമായ സ്ഥാനങ്ങൾ അതാണ് ഇത്. ആ ഉന്നതമായ സ്ഥാനങ്ങൾ നീ നൽകണം. വബഅസ്ഹു മഖാമൻ മഹ്മൂദിനില്ലസി വഅത്തഹു ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ വാഗ്ദാനം ചെയ്ത മക്കാമൻ മഹ്മൂദ് എന്നുള്ളത്, അത് നാളെ പാരത്രിക ലോകത്തുള്ള വലിയൊരു മഹത്വമുള്ള സ്ഥാനമാണ് മക്കാമൻ മഹ്മൂദ്. അതും നീ അത് അവിടത്തേക്ക് നൽകണം. വർസുഖ്ന ഷഫാഅത്തഹു യൗമൽ ഖിയാമ ഖിയാമത്ത് ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് നമുക്ക് നൽകണം. ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് തീർച്ചയായിട്ടും നീ വാഗ്ദത്തം ലംഘിക്കുകയില്ല, അതായത് വാക്ക് പാലിക്കുന്നവനാണ്. ആ വാക്ക് പറഞ്ഞാൽ അതിനെ നീ ലംഘിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടി നമ്മൾ ദുആ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ദുആ ചെയ്തിട്ടില്ല എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ മഹത്വം അല്ലാഹു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുമൂലം നമുക്ക് ലഭ്യമാകുന്നത്, നമുക്ക് ഇതിൻ്റെ ഒരു ബർക്കത്ത് കരസ്ഥമാകും. ഇതുമൂലം നമുക്ക് രക്ഷപ്പെടാൻ ഒരു കാരണമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ബാങ്കിനും ഉളൂവിനും ശേഷമുള്ള ദുആ അത് വലിയ മഹത്വമുള്ള ദുആ ആണ്. നമ്മൾ അതാത് ഘട്ടങ്ങളിൽ ഈ ദുആ പതിവാക്കാനുള്ള പ്രത്യേകമായ ശ്രമം നടത്തണം. അങ്ങനെ അഡീഷണൽ ആയി ഒരു കാര്യം കൂടി പറഞ്ഞുതരാണ്. ഇപ്പോൾ ഒരാൾ ഉളൂ ചെയ്യുന്ന ഘട്ടത്തിൽ ബാങ്ക് വിളിച്ചു, അങ്ങനെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞു, അങ്ങനെ അവൻ്റെ ഉളൂ പൂർത്തിയായി. അവൻ ഉളൂവിന് ശേഷം ഏത് ദുആ ആണ് ആദ്യം ചൊല്ലേണ്ടത്? അതിൻ്റെ രീതി മഹാന്മാർ നല്ല രൂപം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഉളൂവിന് ശേഷമുള്ള ദുആഇന്റെ ഷഹാദത്ത് ഉണ്ടല്ലോ, അത് ആദ്യം പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഈ ഷഹാദത്ത് ആദ്യം പറയാം. എന്നിട്ട് ബാങ്കിന് ശേഷമുള്ള ദുആ ചെല്ലാം. എന്നിട്ട് ഉളൂവിന് ശേഷമുള്ള ബാക്കി ദുആ ചെയ്യാം. ഇത് വലിയ നല്ലൊരു കാര്യമാണെന്ന് മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യം കൂടി ശ്രദ്ധിക്കുക. എന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, ബാങ്കിന്റെ ദുആഇന് ശേഷം ഈ ഇഖാമത്തിന് മുമ്പായിട്ട് ബാങ്കിന്റെ ദുആഇന് ശേഷം നമ്മൾ ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി ഓതുന്നതിന് വലിയ മഹത്വമുണ്ട്. അങ്ങനെ ആയത്തുൽ കുർസി പതിവാക്കുന്നതിലൂടെ രണ്ട് ബാങ്കുകൾക്കിടയിലുള്ള നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബാങ്കിന്റെ ദുആഇന് ശേഷം നമ്മൾ ചൊല്ലേണ്ടത് ആയത്തുൽ കുർസിയാണ്. ഉളൂവിന്റെ ശേഷമുള്ള ദുആഇന് ശേഷം നമ്മൾ സൂറത്തുൽ ഖദ്ർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള ഈ സൂറത്ത് 3 പ്രാവശ്യം പാരായണം ചെയ്യുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.